രാജു എബ്രഹാമിനെ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 5 പുതുമുഖങ്ങളും അച്ചടക്ക നടപടി നേരിട്ട ഫ്രാൻസിസ് പി ആന്റണിയും ജില്ലാ കമ്മിറ്റിയിൽ. പാർലമെന്ററി രംഗത്ത് നിന്ന് സമ്പൂർണ്ണമായി സംഘടനാ രംഗത്തേക്ക് ഉള്ള പ്രവാസന കവാടമായിട്ടാണ് ഈ ജില്ലാ സെക്രട്ടറിഷിപ്പിനെ ഞാൻ കാണുന്നത്. കൂടുതൽ കരുത്തോടുകൂടി കൂടുതൽ ജനങ്ങളെ CPMലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം തന്നെയാണ് ഞങ്ങൾ ഈ ചുമതല എന്നിൽ അർപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ മുഴുവൻ സേവിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം ഞങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കും. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഈ അച്ചടക്ക നടപടി നേരിട്ട ഫ്രാൻസിസ് പി ആന്റണിയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രാദേശിക വിഭാഗീയത ഏറ്റവും രൂക്ഷമായിരുന്ന ഒരു മേഖല തിരുവല്ലയാണ്. ആ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 3 മാസങ്ങൾക്ക് മുൻപ് ഒഴിവാക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിൽ നിന്നുകൂടി ഒഴിവാക്കപ്പെട്ട ആളാണ് ഫ്രാൻസിസ് പി ആന്റണി. പരിപൂർണമായി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളത്. മറ്റൊരു സവിശേഷത, പാർട്ടിയുടെ ജനകീയതും അതോടൊപ്പം തന്നെ ഏറ്റവും സൗമ്യതമായ ഒരു മുഖമാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ള രാജു എബ്രഹാമിനുള്ളത്. അദ്ദേഹം 25 വർഷ കാലയളവിൽ റാന്നി മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ്. ദേശാഭിമാനിയുടെ മുൻ ജില്ലാ ലേഖകനും ആയിരുന്നു. 15 മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും 1 വർഷത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നൊരാൾ പത്തനംതിട്ടയിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. അതേസമയം 34 അംഗ ജില്ലാ കമ്മിറ്റിയാണ് ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ 5 പേർ പുതുമുഖങ്ങളാണ്. അതിൽ മുൻപ് സൂചിപ്പിച്ച ഫ്രാൻസിസ് പി ആന്റണി തിരികെ എത്തിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ട പ്രമുഖരിൽ DCCയുടെ മുൻ പ്രസിഡന്റും പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഫിലിപ്പോസ് തോമസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KK ശ്രീധരനുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന്റെ മുൻവശത്തെ ഓട നിർമ്മാണത്തിൽ ആക്ഷേപം ഉന്നയിച്ച് പരസ്യമായി രംഗത്ത് വന്ന ആളാണ് 73 വയസ്സ് പ്രായമുള്ള KK ശ്രീധരൻ. അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് അനാരോഗ്യം കാരണമാണ് എന്നുള്ളതാണ് പാർട്ടി